എന്നിട്ട് അവരെന്ത് പറഞ്ഞു? എന്തു പറയാം, സ്കോളർഷിപ്പ് അനുവദിക്കില്ല എന്ന്. ഈ ബ്യൂറോക്രസി എല്ലായിടത്തും ഒരുപോലെ തന്നെ. ഇവിടെ വിളമ്പില്ല. മെസ് ഫീ അടയ്ക്കാത്തതുകൊണ്ട് ഫുഡ് കട്ട് ചെയ്യാനാ മേളിൽ നിന്നുള്ള ഓർഡർ. അതെന്നാ വൃത്തികെട്ട പരിപാടിയാ? അതൊക്കെ നേരിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ മനുഷ്യനെ അപമാനിക്കുന്ന പണിയാ. മേളിൽ നിന്നുള്ള ഓർഡർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഏത് മേളിലുള്ളവര്? നീ വെറുതെ ഇരിക്ക്. അതല്ലടാ, ഇതിങ്ങനെ വിട്ടാ പറ്റത്തില്ല. പ്രശ്നം ഉണ്ടാക്കല്ലേ. നീ കഴിച്ചിട്ടോ, ഞാൻ പുറത്തുണ്ടാവും. മോനെ, മോൻ ഞങ്ങളോട് ക്ഷമിക്കണം. മേളിൽ നിന്ന് പറയുന്നതല്ലേ ചെയ്യാൻ പറ്റൂ. അതൊന്നും സാരില്ല ബാസ് ചേട്ടാ. നിങ്ങളെയൊക്കെ ഞാൻ എൻ്റെ സ്വന്തം മക്കളെ പോലെ കണക്കാക്കുന്നു. എനിക്കിപ്പോ മോനൊരു കാര്യം ചെയ്യും, അത്താഴ പ്രശ്നം കിടക്കണ്ട, എൻ്റെ റൂമിലേക്ക് വാ. ഒന്നും വേണ്ട ബാസ് ചേട്ടാ. ജയലക്ഷ്മിയുടെ ഏകാധിപത്യം അവസാനിപ്പിക്കുക. ശ്രീകുമാറിന് നീതി ലഭ്യമാക്കുക. സ്വജനപക്ഷപാതം അവസാനിപ്പിക്കുക. ശ്രീകുമാറിന് നീതി ലഭ്യമാക്കുക. സെനറ്റിലെ അഴിമതിക്കാരെ പുറത്താക്കുക. നീതി ലഭ്യമാക്കുക. ജയലക്ഷ്മിയുടെ ഏകാധിപത്യം അവസാനിപ്പിക്കുക. ജയലക്ഷ്മിയുടെ ഏകാധിപത്യം അവസാനിപ്പിക്കുക. ശ്രീകുമാറിന് നീതി ലഭ്യമാക്കുക. ജയലക്ഷ്മിയുടെ ഏകാധിപത്യം അവസാനിപ്പിക്കുക. ശ്രീകുമാറിന് നീതി ലഭ്യമാക്കുക. ശ്രീകുമാറിന് നീതി ലഭ്യമാക്കുക. സെനറ്റിലെ മൂരാച്ചികളെ പുറത്താക്കുക. സ്വജനപക്ഷപാതം അവസാനിപ്പിക്കുക. അല്ല, എനിക്ക് മടുത്തോണ്ടാ ഞാനെല്ലാം അവസാനിപ്പിക്കാൻ പോവാ. ശ്രീ, നീ എന്തൊക്കെയാ പറയുന്നേ? ഒക്കെ ശരിയാവും. ഒന്നും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ടെൻഷൻ അടിക്കണ്ട. അത്രയ്ക്ക് മോശം സിറ്റുവേഷൻ ആണെങ്കിൽ നീ ഇങ്ങോട്ട് പോര്. നമുക്ക് എന്തെങ്കിലും ഒരു ജോലി നോക്കാം. കൂടുതൽ ഒന്നും ആലോചിക്കണ്ട ശ്രീ, നീ ഇങ്ങോട്ട് പോര്. ശരി, ഞാൻ നിന്നെ വിളിക്കാം. ശ്രീ, ശ്രീ, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. നിന്നെ സസ്പെൻഡ് ചെയ്തൊന്ന് നോട്ടീസ് ഇട്ടിരിക്കുക. ഡോക്ടർ ജയലക്ഷ്മിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാ കാരണം പറഞ്ഞിരിക്കുന്നത്. 6 മാസത്തേക്കാ സസ്പെൻഷൻ. ആ പീരീഡിൽ നീ ക്യാമ്പസിൽ പ്രവേശിക്കാനേ പാടില്ല എന്നാ പറഞ്ഞിരിക്കണേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ശ്രീ, PCCന്റെ വാല്യൂഷൻ റിസൾട്ട് വന്നു. എല്ലാ സബ്ജക്റ്റിനും ടോട്ടലി പോസിറ്റീവ്. ഇവൻ എന്ത് പറ്റി? എന്താടോ? എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചേ. ആശാൻ പറയുന്നത് ശ്രദ്ധിച്ചു പറയണം കേട്ടോ. എന്നതാ ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ. ഈ ഈ ഊ ഊ ഇറു. ഒരുമിച്ച് പറയടാ. എന്നാണ് അവിടെ നോക്കിയത്? ഇവിടെ നോക്കാൻ. എന്നാടി ആണോ? അവനോടൊരുമാതിരി മറ്റേ വർത്താനം പറയുന്നു പറഞ്ഞേര്. കാശ് തന്നില്ലേ കൈ ഞാൻ വിട്ടും. ഇനി ഒരു പ്രാവശ്യം കൂടെ ജയിലിൽ പോയി കിടക്കാൻ എനിക്ക് മടിയില്ലെന്ന് അവനോട് പറഞ്ഞേരടി. ചവിട്ടി കൂട്ട് ഞാൻ. അവൻ എന്നാടി എന്നെ കുറിച്ച് വിചാരിച്ചേ? ഞാൻ മല കയറി ഒന്ന് ഇറങ്ങിക്കോട്ടെ. പിന്നെടി കിടക്കുമ്പോഴേ
ആ വാതിലൊക്കെ ഒന്ന് കുറ്റിയിട്ടേക്കണം കേട്ടോ. ഹലോ. ആ ഞാൻ എത്തി. ആ നീ അവിടെ നിൽക്ക്, ആ. ഞാനിപ്പോ വരാം. ശരി. എന്താണ് സാർ? ഒരു ചായ. ചായ? ഡേ എഴുന്നേറ്റൂട്, എഴുന്നേക്ക്. ഏയ് ആ സാരില്ല. ആ നിർത്ത് 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 നിർത്ത്. ഇന്ന് പെണ്ണുങ്ങൾ ആരും വേണ്ട, 5 ആണുങ്ങൾ മാത്രം കയറിക്കേ. സ്പീഡിൽ കയറ്. വന്ന് മലയാളികളെ പോലെ തമിഴന്മാർ മഹാമടിയന്മാരായി. വണ്ടി എടു. ശ്രീ വാ കേറ്. ആ ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന പിഗ് ഫാമാ. ആഹാ. ഇവിടെ എല്ലാ സമയവും സേഫാണ് സാർ. സാർ എപ്പോൾ വേണേലും കൊണ്ടുപോറ്. പിന്നെ പോലീസ്. ഞാൻ പിന്നെ വിളിക്കാം സാർ. വണക്കம்மா. വണക്കം. என்ன വേണம்மா? റൂം വേണം. സിംഗിളാ ഡബിളാ? സിംഗിൾ. സിംഗിളാണ് സൗകര്യം കമ്മിയായിരിക്കും. ഉള്ള സൗകര്യമൊക്കെ മതി. റെന്റ് എത്രയാ? 250. സാർ അഡ്രസ്? താക്കോല് ആ എടാ ഞാൻ കുറച്ച് തിരക്കില്ല, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ ബസ് സ്റ്റാൻഡ് വരെ ഒന്ന് ഒന്ന് പോരാ അവിടുന്ന്. കൊണ്ടാ. ഇതെന്നാ സാറാ? ശ്രീ ഉള്ള സൗകര്യത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യ്. ഞാൻ വൈകിട്ട് വന്ന് കാണാം. ദാ ഇത് വെച്ചോളൂ. ശരി. സാർ കീ ആ സെക്കൻഡ് ഫ്ലോർ സാർ. ആ ആ ആ പൊക്കരുത്. ഇന്നലെ ആ കയറിപ്പോയ പന്നിലോടിന്റെ കണക്കൊന്ന് നോക്കിയേ നോക്ക്. നോക്ക്. ദേവിച്ചായ ആ ഡെസ്പാച്ച് ഫയൽ എന്തേ? ഡെസ്പാച്ച് ഫയൽ അവിടെ ഇരിപ്പുണ്ടല്ലോ. ഏതാ? ആ മഞ്ഞയുടെ ഏറ്റവും മുകളിൽ ഇരിക്കുന്നു. സ്നേഹ മാഡം, ജിയും വിളിക്കുന്നു. എടോ തനിക്ക് കണക്കാണോ നോക്കേണ്ടത് എന്നെയാണോ? അല്ല ഞാൻ ഒന്ന് നോക്കി. അയ്യേ എടി ഇന്നലത്തെ എലിമിനേഷൻ റൗണ്ട് കണ്ടായിരുന്നോ? ആ ഏതോ ഔട്ടായത് കഷ്ടായി പോയല്ലേ? ആ നേരത്തല്ലേ കത്തനാര്. അങ്ങേരുടെ തള്ളയ്ക്കാണെങ്കിൽ ആ നേരത്ത് കത്തനാര് കാണണം. പണ്ടാര തള്ള. നിങ്ങൾ രണ്ടുപേരും സീരിയൽ കാണും അല്ലേ? നിങ്ങൾ പരാജയങ്ങളല്ലേ? കത്തനാര് പോലും കത്തനാര്. ആ കൊച്ചിന് ഫയൽ കിട്ടിയോ? സീരിയല് കഥ കത്തനാരാന്ന്. എതു ഔട്ടായിരുന്നു. എടാ ദേവ്സി, നീ ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ എന്നാക്കാ ഗുരുവിള ചേട്ടാ ചെയ്യണ്ടേ? ഞാൻ ഈ കാര്യങ്ങൾ മൊത്തം ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് എത്ര ലോഡ് വന്ന് കയറി പോയെന്ന് ശ്രദ്ധിക്കണം. മൊത്തം ഓൾറൗണ്ടായിട്ട് ഇവിടെ കളിച്ചോണ്ടിരിക്കുക. അതിനിടയിൽ ട്രേഡ് യൂണിയന്റെ ഒരു സംഭവം കൂടിയാണല്ലോ. പക്ഷെ ഇന്ന് ഞാൻ പേടിച്ചു പോയില്ലേ. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും എന്നാ നടന്നെന്ന് ഇന്നത്തെ പത്രം വായിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എടാ ദേവ്സേ, ഇവരല്ല പരാജയം, നീ ആ ലോക പരാജയം. അയ്യോ, ആ കൊച്ചിനാ പരാജയം കിട്ടിക്കാണോ? അല്ല ഫയല് കിട്ടിക്കാണോ? കിട്ടി.